ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേട്ടും പഞ്ചായത്തിൽ നിലനിൽക്കുന്ന വികസന മുരടിപ്പിനെക്കുറിച്ച് വോട്ടർമാരുമായി സംവദിച്ച് മുന്നേറുകയാണ് ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഐശ്വര്യ VR. ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ ഐശ്വര്യ പ്രചാരണ രംഗത്ത് മുന്നേറുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും തുറന്നുകാട്ടിയും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാതോർത്തും സമ്പൂർണ്ണ ഗ്രഹസമ്പർക്കത്തിന്റെ 3-ാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ഐശ്വര്യ VR. 2015-ൽ ജനകീയാസൂത്രണം വഴി നിർമ്മിച്ച മാളേക്കാട് കുടിവെള്ള പദ്ധതി പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ജലസംഭരണി കാടുകയറി നാശോന്മുഖമായി കിടക്കുകയാണ്. ആ കാലയളവിൽ MP ആയിരുന്ന P. രാജീവ് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയുടെ ഫലകം കെടുകാര്യസ്ഥതയുടെ സ്മാരകമാണ്. എല്ലാവർക്കും കുടിവെള്ളമെന്ന ലക്ഷ്യത്തോടെ 2025-ൽ പൂർണ്ണമാക്കുക എന്ന ഉദ്ദേശത്തോടെ 2022-ൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച 84 കോടിയുടെ ജലജീവൻ മിഷൻ പദ്ധതി നിലവിൽ 15% മാത്രമാണ് പൂർണ്ണമായത്. ഞാൻ ഈ 22-ാം വാർഡിന്റെ തന്നെ പല ഭാഗത്തേക്ക് പോകുമ്പോൾ പോലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവരുടെ ആവശ്യമായിട്ട് പറയുന്നത് അവർക്ക് കുടിവെള്ളം എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ട് കാണാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 സമയത്ത് ജനകീയാസൂത്രണ പരിപാടിയുടെ ഭാഗമായി ഒരു പബ്ലിക് വാട്ടർ ടാങ്ക് 22-ാം വാർഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ അതിന്റെ അവസ്ഥ കാടെല്ലാം പിടിച്ച് വളരെ മോശമായി പ്രവർത്തനരഹിതമായിട്ട് കിടക്കുക. ജനങ്ങളുടെ കൺമുന്നിലുള്ള ഇത്തരം വിഷയങ്ങൾ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് ഓർമ്മപ്പെടുത്തിയും വാർഡിന്റെ വികസനത്തിന് അനിവാര്യമായ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനസമക്ഷം അവതരിപ്പിച്ചുമാണ് അഡ്വക്കേറ്റ് ഐശ്വര്യ ഗ്രഹസമ്പർക്കവും പ്രചാരണവുമായി 3-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ജനം, കൊച്ചി.